ബാലാജി എന്താ എന്തുപറ്റി? ആരാ എഴുതിയത്? കണ്ട പ്രശ്നോ? നിർത്തി, ഇനി 12 ചട്ടിയും കൂടി ഉള്ളു. അത് കഴിഞ്ഞ ഈ കൊണ്ടലക്കണ്ട. ഓ പോയി, പിണങ്ങിപ്പോയി. കാസ്ട്രോ അല്ലേ ഇത്? പേടാണെന്ന് പറയില്ലെന്ന്, പേടാണെന്ന് പറയില്ലെന്ന്. ഇത് കണ്ടായിരുന്ന സരക്കാണ്. അടിപൊളി. മിററൊക്കെ വിഷയല്ലേ, വിശ്വാസമാണോടാ. പക്ഷെ അടിപൊളി. ഇവിടെ കൊണ്ടുവന്ന ഞാൻ വരയ്ക്കണത്. ഇത് ആരാ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവന്റെ മറ്റേ വാച്ച് ഉണ്ടല്ലേ, അതിന്റെ മറ്റേ ഡിസ്പ്ലേ വരുന്ന വാച്ച്, അതിന്റെ അകത്ത് ഫോട്ടോ ഇതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അന്നേരം ഇട്ടോടത്തെ അവൻ മാറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ വന്നോ മൂക്കളാശ് വന്ന മൂക്കളാശ് കുമാർ ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ പാലാജി എന്തോരം കള്ളം പറയായിരുന്നു അറിയാവോ? പലർക്കും അറിയത്തുള്ളൂ. എന്നാൽ പാലാജി വർഷങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി സ്റ്റാഫിലുണ്ടായിരുന്ന SPG കമാൻഡോ. ഇപ്പോൾ അംബാനി കുടുംബത്തിന് സുരക്ഷ നൽകുന്ന പ്രൈവറ്റ് മേഖലയിലേക്ക് പാലാജി മാറിയിട്ടുണ്ട്. ഏതാ ചവിട്ട്? ഒറിജിനൽ ചവിട്ടാണ്. വിഷയം തന്നെ, പ്രശ്നക്കാരനാണ്. ഹേ നമ്മൾ 4 പേര് പെട്ടി ചുമക്കുന്നു ജോക്കിയുടെ. ചന്ദ്രനും കണ്ണാപ്പിയൊക്കെ ഒരു കാര്യമില്ല, മാനത്ത് നോക്കിക്കുന്നു. ഇവരെല്ലാരും ഇങ്ങനെ നിൽക്കുക. മെന്നിക്ക് മാത്രം അകത്തുനിന്ന് ഒരു എൻട്രി ഓടി വരുന്നത് ഡയലോഗ് കേട്ടോ. ഇവിടെ പിള്ളേര് പറഞ്ഞ എന്താ പറയോ, മെറ്റ് അടിച്ച് വരാൻ 30 സെക്കൻഡ് ഡിലേ ഉണ്ടെന്ന്. അതല്ലേ ഇത് പോട്ട്, ഇത് കഴിഞ്ഞിട്ടുള്ള ഡയലോഗ് കിട്ടില്ല. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഞാൻ പറയണ അതൊരു ഹിഡൻ ഡീറ്റെയിലിംഗ് ആണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 20 വർഷം കഴിഞ്ഞ മെന്നിയാണ് ഫ്രെയിമി കാണിച്ചത്. ജാതിയൊക്കെ അടിച്ചുണ്ടാക്കില്. എന്തോ ഒരു ട്രോള് കൊണ്ട് ഇപ്പൊ ആരോ താഴെ ഇടും കേട്ടോ. അതിനാണ് ഇപ്പൊ ഈ ഇപ്പൊ ഒരു മിസ് കോൾ എനിക്ക് വന്നിട്ടുണ്ട്, മനസ്സിലായോ? അതിപ്പോ ഒരു ട്രോള് ഇപ്പൊ ഏറ്റവും താഴെ വന്നു കാണും എന്നാണ് എന്റെ വിശ്വാസം. വന്നിട്ടില്ലല്ലേ? വരും വരും, പേടിക്കട്ടോ. അത് വരും. അവരെ ചാരം മറ്റവനെ ആരോ ഡൗൺ ആക്കി. ഞാൻ ലോക്കലാണെന്ന് എന്നോട് ഞാൻ ലോക്കലായ പെട്ടിക്കിരി പട്ടിക്കിട്ട് കൊടുക്കുന്ന അതല്ലേ നടന്നോടോ കടയിലെ നടു വയ്യാത്ത ഒരു പോലൊക്കെ പുറവയ്ക്കോ.
പോടവായി എന്തിനാ അത് എനിക്ക് സത്യമായിട്ട് അങ്ങനെ തോന്നിയില്ല. നടുവയ്യാത്തവര് മറ്റേ കേറ്റം കയറാൻ പാടുപെടുമല്ലോ അപ്പൊ പോലെ അതേപോലെ പോണ് എന്തോ പറയാ ഇതൊക്കെ. ട്യൂറ്റിയുടെ പേട് ഇറങ്ങി പഞ്ചപാവോട് കേസ് വെറും പാവോട് കൊടുക്കും. ബോട്ടാണ് ബോട്ട്. ഗോകുനെ പോലെന്നല്ല കേസ്, അവളെ വെറും പാവാണ്. അത് വിശപ്പട്ടി. ഇനി ഇത് ഇടുന്നാലെ ഞാൻ വെടിവെക്കും. അല്ല അവരെ റെക്കോർഡ് ചെയ്ത് ആർക്ക് എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ടിവിയുടെ കൊലയിടത്ത് ഞാൻ പറഞ്ഞിട്ട് ഇവരെ കയറ്റാം. പ്രശ്നമാണല്ലേ വലിയ. നീ വീഡിയോ കാണണ്ടത് ഇപ്പൊ ഞാൻ 500 തൊട്ടോട് കാണുന്നത് മതിയായിട്ട് കാണാൻ വയ്യ. സ്റ്റോറി ഓഫ് ജർമ്മൻ കണ്ണാപ്പി എന്തിന് ഇവന്റെ കഥ പട്ടിക്കും അറിയാം ഇവിടത്തെ ഇവന്റെ കഥ എന്തിനു ഇറക്കുന്നത്. അനുഭവത്തിൽ നിന്നാണ്, അറിവിൽ നിന്നാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത്. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മഹാകുരുത്തക്കേടായിരുന്നു. അന്ന് ഒരു കുറെ ഫ്രണ്ട്സും ഗാങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ കരാട്ടെ കുമ്പൊക്കെ പഠിച്ച് നടക്കുന്ന ടീം ഫൈറ്റും പിന്നെ ക്ലാസ് കട്ടിയിലൊക്കെ ആയിട്ട് ഇവിടെ ശരിയാവാണ്ടായപ്പോ ഫാദർ എന്നെ ബോംബെയിൽ ഒരു അകന്ന ബന്ധുണ്ട്, ഒരു അങ്കിള് അവിടെ കൊണ്ടാക്കി. അപ്പൊ ബോംബെ കണ്ടു, അധോലോകം കണ്ടു, അങ്ങനെയൊക്കെ നടക്കുകയായിരുന്നു. അപ്പോ ഞങ്ങള് പോകുമ്പോ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായി. അപ്പൊ ഞാൻ 2 പേരെ ഒറ്റയ്ക്ക് ഇടിച്ചു വീഴ്ച. അത് കണ്ടിട്ട് അന്ന് അവിടുത്തെ ഒരു ഹെഡ് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും എനിക്കൊരു ഇൻവിറ്റേഷൻ തരികയും ചെയ്തു. അവരുടെ ഒരു ചെറിയ ടീമിന്റെ ഒരു ലീഡറാക്കി മാറ്റാൻ. ദിവസവും 1000 രൂപയും ഒരു തോക്കും കൂടെ 6 പേര്. 6 പേര് കറക്റ്റ്. ഇവന്റെ കൂടെ നടക്കുന്ന 6 പേരൊക്കെയാണ് നമ്മള്. ഞാന് വാസു, രായൻ, ചന്ദ്രൻ, ബുള്ളറ്റ്, ഇതാര് കീരിയാണ് തോന്നുന്നു. നമ്മൾ 6 പേര് ഇവന്റെ കൂടെ നടക്കുന്നത്. അറിഞ്ഞ് ഇങ്ങനെ അടിച്ചോളിച്ച് ഓ ബുള്ളറ്റിന്റെ വീഡിയോ ഇറങ്ങിയ ഓ മൈ ഗോഡ് ഫൈനലി ബുള്ളറ്റ് യൂട്യൂബ്. ഞാനൊന്ന് എടുത്ത് സംസാരിച്ചപ്പോളെ കൺമുന്നിന്ന് പോകുന്നൊക്കെ ഓ കൊടയൊക്കെ പിടിച്ചു കൊടുക്കുന്നത് അഴുക്ക പട്ടി. എനിക്ക് പിറകെ ഇറക്കാനല്ലേ കൂടെ ഇറക്കാനാണ് ഇഷ്ടം. എന്നിട്ട് കോടയും പിടിച്ചു കൊടുത്തിട്ട് ഐഡിയ അല്ലാണ്ട് നിക്കാട്ടാ. കൺസൈൻമെന്റ് സിറ്റുവേഷൻ ഇല്ല. ഇത് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് 4 വെക്ക്, ബാലൻ 2 വെക്ക്, ചന്ദ്രൻ 2 വെക്ക്, സുനിമോൻ 2 വെക്ക്. ഞാൻ നോക്കിയപ്പോഴത്തേക്കേ ഞാൻ ഈ ഫോട്ടോ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പിള്ളേർ ഇത് മെൻഷൻ ചെയ്തിട്ട് നോക്കട്ടെ, സുനിമോൻ ഇപ്പൊ വിഷയം കളിയാണെന്ന്. ഞെട്ടിപ്പോയി. പക്ഷെ എന്റെ ഒരു പിക്ക് ബാലനിട്ടില്ല അണ്ണാ. നിനക്ക് 2 വെക്കല്ലേ? ഒരു പിക്ക് ബാലൻ കണ്ടിട്ടില്ല. ഇതിലിട്ടില്ലെന്നാ. ഓ അങ്ങനെ കറിയൊന്നും തന്നെ അടിച്ചല്ലേ? കുഴപ്പമില്ല. ആമി വിഷ്ണു 2 കെണ്ടകളാണ് പറയാതിരിക്കുന്നല്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് പോലെയല്ല, കെണ്ട കൂട്ടോടും. ഇവള് നമ്പർ 1 കെണ്ടാച്ചി, ഇവൻ നമ്പർ 1 കെണ്ട. 2 കണക്കാണ്. വേറൊന്നും ഇല്ല. വെള്ളം പിടിച്ച് ലോസ്റ്റായി വെച്ചാനെ വീട്ടിലേക്ക് കൊണ്ടുവന്നെയാണ്. കെട്ടി വെച്ച ഇതൊക്കെ എന്താണ്? സൈലൻസറിലൊക്കെ കൈയൊക്കെ വെച്ച് സൈലൻസർ വീല് എന്തോറാ അതൊക്കെ? സൂപ്പർമാനാ. വെള്ളം അടിക്കണല്ലേ?
വല്ലാത്ത അസുഖം തന്നെ ഇതൊക്കെ. 606 ന്യൂകൾ 606 ന്യൂകൾ ഉണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല. അല്ല ഇത് പിന്നെ എത്ര പേര് വിളിച്ചറിയോ? ചില ഇൻഫോർമേറ്റീവ് ഇൻഫോ ഒക്കെ ചില നമ്മുടെ ആൾക്കാർ തരാറുണ്ട് കേട്ടാ. ഹലോ ഹലോ എടാ സോമ, എടാ ഞാൻ പറയാം പെട്ടെന്ന് അങ്ങോട്ട് വാട്ടാ, മുന്നോട്ട് വാ. സുമതി അമ്മായി സോമരത് വേറെ സുമതി തള്ള വല്ല എത്ര വിളിച്ചേര്. ഇത് ശ്രീ വരച്ചല്ലേ? ഇറ്റ്സ് മീ ശ്രീ. കണ്ടായിരുന്നു. When the best meets the best. സ്കൗട്ട് പുഷ് അന്യ കണ്ട ഈ ഇമ്മാരി ഫോട്ടോകളൊന്നും കൊണ്ട് ഇടല്ലോ കേട്ടോ. ഒരാളെ സാരിത് ആരടാ അതൊക്കെ ബാഗ് വിട്ടോണ്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന? വാച്ച് നോക്കിയാണോ നീ? വാച്ച് നോക്കടാ. അതെ, നീ വാച്ച് നോക്കിയാണോ നീ? ഇതിന് ചപ്പാത്തി പരകിട്ട് അടിച്ചു വെച്ചിരിക്കുന്നത്. എടുത്തു നോക്കി എല്ലാത്തന്നെ സൂര്യൻ നിർബന്ധം. ഇതിനകത്തുള്ള ഹാൻഡിലൂടെ പോയി വണ്ടിയുടെ പണിയില്ല. ഒരു ഹാൻഡിലില്ലേ? താഴോട്ടതാ താഴോട്ട് ഓ ഇവിടെയാണല്ലേ. ഇതെന്തിനു ഒടിഞ്ഞു പോയി ഈ സൈഡ് കൊണ്ട്? ഓ ഇങ്ങനെ ചാർജ് വെച്ചിരിക്കും. മാത്രം നിൽക്കും. സ്പ്ലിറ്റ് ഹാൻഡിലാണ്. ഓക്കെ.